അനസ്തേഷ്യ നൽകുന്ന ടെക്നീഷ്യന് കഴിഞ്ഞ ദിവസം MDMA ഉപയോഗിച്ചു, പിന്നെ അതിൻ്റെ അഡിക്ഷനായി എന്നാണ് പറഞ്ഞത്. ഇയാളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണൊന്നുമില്ല, ഒരു വാർത്ത കേട്ടിട്ടാണ് ഞങ്ങളൊക്കെയാണ് പോയത്. ഈ ഒരു തുഫാൻ്റെ ഭാഗമായിട്ട് പിടിക്കപ്പെട്ട ഒരു സംഭവം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെ അതിൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഇതിൻ്റെ മുമ്പും പല കേസുകൾ ഒറ്റപ്പെട്ടൊക്കെ നമ്മൾ തുഫാൻ വരുന്നതിന് മുമ്പും പിടിക്കപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമ്മളെ കൺമുമ്പിലുണ്ടെങ്കിലും നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്നാണ് ഈ സർജറികൾ അതെ അല്ലേ. അപ്പോൾ ഈ സർജറീൻ്റെ സമയത്ത് നമ്മളെ അനസ്തേഷ്യ നൽകുമല്ലോ, അതെ മയക്ക് നൽകുമല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് സ്വബോധമില്ലാത്ത ആളുകളായിട്ട് മാറുന്നൊരു സംഭവം. അതായത് അനസ്തേഷ്യ നൽകുന്ന ടെക്നീഷ്യന് എന്ത് ചെയ്യാണ് കഴിഞ്ഞ ദിവസം, ഈ അടുത്ത് ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് സംഭവം ഉണ്ടായത്, MDMA ഉപയോഗിച്ചു, പിന്നെ അതിൻ്റെ അഡിക്ഷനായി എന്നാണ് പറഞ്ഞത്. ഇവരാണല്ലോ, ഈ ബോധമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ ബോധം കെടുത്താൻ പറഞ്ഞു. ഞാൻ ഇത് വായിച്ചു. അതെ അവര് പറയുന്നത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി അതെ അല്ലേ, അതെ ഡോക്ടർമാർക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇവര്. അപ്പൊ അവർ ചെയ്ത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് അവരടുത്ത് സംഭവിച്ചിട്ടുള്ളത്. അതെ അത് ഞാൻ പറഞ്ഞ നമ്മൾ വിശ്വസിക്കുന്ന, ഇപ്പോൾ ഒരാളെ ബോധം കെടുത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോധം കെടുത്തുക മീൻസ് മയക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ആ വേദന അനുഭവിക്കാതിരിക്കാൻ ഉള്ളൊരു സംഭവമാണല്ലോ. അതിലൊരു അലുപ്പം കൂടുകയോ കുറയുകയോ ചെയ്താൽ ചിലപ്പോൾ ആൾ തിരിച്ചു വരില്ല. അള്ളാൻ്റെ കഥ ആണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചിലരുടെ കൈപ്പേവ് അത് അങ്ങനെ കണക്കാക്കിയതാണെങ്കിലും ശരി, അത് സ്വാഭാവികമായിട്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ചില സൂക്ഷ്മതകളും ശ്രദ്ധകളും എന്തായാലും നഷ്ടപ്പെടൂലേ. അപ്പോൾ ഇവരിതിന് അഡിക്ഷനായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അഡിക്ഷൻ ആയിക്കൊണ്ട് തൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടൊരു സമയത്ത് ചികിത്സിക്കുന്ന, അല്ലെങ്കിൽ ഈ മയക്ക് സൂചി അടിക്കുന്ന അതിന് വിധേയരാകുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ. അപ്പോൾ അത് ആ ഒരു വ്യക്തി തൻ്റെ സ്വന്തമായ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യമാണെങ്കിലും അത് ആ സ്ഥാപനത്തിനും അതുപോലെ തന്നെ രോഗികൾക്കും എല്ലാവർക്കും ഒരു പിന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതും പിന്നെ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര നല്ല ജോലിയും അഭിമാനം അന്തസ്സോടു കൂടി എടുക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും അവിടേക്ക് വരെ എന്ത് ചെയ്യാണ് ഇത് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇനി എല്ലാ ഹോസ്പിറ്റലുകളിലുള്ള ആളുകളെ അങ്ങനെ കാണാനോ ചിത്രീകരിക്കാനോ നിൽക്കേണ്ടതില്ല. മറിച്ച് അത്തരം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ അവിടെ വെച്ചുകൊണ്ട് ഇരിക്കരുത്. അതേപോലെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു അനുഭവത്തിൽ പങ്കുവെക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും വാർത്ത നമ്മളൊക്കെ വായിച്ചു. പിന്നെ നമ്മുടെ പുതിയ തലമുറ അവരൊക്കെ എളുപ്പത്തിൽ പണമുണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല, ഇവർ വിചാരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര ആരോഗ്യവും കുറുക്ക് വഴികളാണ് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉണർന്നിരിക്കാൻ ഉന്മേഷത്തിന് വേണ്ടി ഇപ്പോൾ വളരെ മുമ്പൊക്കെ ഈ പെയിൻറ്റിങ് ചിത്രം വരയ്ക്കുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ കഞ്ചാവ് വലിക്കാറുണ്ട്. അവർ പറയണത് എന്താ വെച്ചാൽ ഉറക്കം വരില്ല, പിന്നെ അതുപോലെ തന്നെ നല്ല കോൺസെൻട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ചിന്തകൾ, ഇമാജിനേഷൻ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് അത് പറയാറ്. ഇന്നിപ്പോൾ ഇത് വ്യാപകമായി ആളുകൾ ഉപയോഗിക്കൽ തുടങ്ങി. പക്ഷെ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് അവരുടെ ശരീരം അവർ നശിപ്പിക്കുകയാണ്, അവരുടെ കുടുംബജീവിതം നശിപ്പിക്കുകയാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. കേവലമായ ഒരു ചെറിയ സമയങ്ങൾക്ക് വേണ്ടിയുള്ള ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് വിൽപ്പന നടത്തുന്നവരും ഇത് ഉപയോഗിക്കുന്നവരും അതാണ് പറയുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കോട്ടക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, അയാൾ പിന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നാട്ടിൽ ജോലി ഇല്ലാന്ന് അങ്ങനെ പോയി. അങ്ങനെ ഇയാളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണൊന്നുമില്ല, ഒരു വാർത്ത കേട്ടിട്ടാണ് ഞങ്ങളൊക്കെയാണ് കാണാൻ പോയത്. അപ്പോൾ കയ്യും കാലൊക്കെ എല്ലൊക്കെ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച എന്താ സംഭവിച്ചത്. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ, ഇത് പറഞ്ഞ പോലെ തന്നെ ഒഴിവുള്ള ദിവസമായിരുന്നു. അപ്പോൾ കൂടെയുള്ള ഒരാൾ കഞ്ചാവ് വീടി കൊടുത്താണ്, അത് വലിച്ചു. അപ്പോൾ 3ാമത്തെ നിലയിൽ അയാൾ എന്ത് ചെയ്യാണ്, അവിടെ ജോലിയാണ്, ബിൽഡിങ്ങിൻ്റെ ജോലിയാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വലിച്ചപ്പോൾ മുന്നിലൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ അയാൾ പറഞ്ഞ എന്തൊരു കോളാന്നാണ്, ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാനതിൻ്റെ പിന്നാലെ പോയി, ആ താഴത്തേക്കാണ് ചാടി. വലിയ അപകടം സംഭവിച്ചു. ഒരു സ്വബോധം ഇല്ല, എവിടെയാണ് എന്താ. ഒരാളിങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി, ഞാൻ അയാളെപ്പോഴും പോയി. അതാണ് അയാൾ പറയണത്. ഇപ്പം എന്താ സംഭവിച്ചത്, അന്നത്തെ ആ അപകടത്തെ തുടർന്ന് ഇന്നും അയാൾ എന്ത് ചെയ്തിട്ടില്ല, ശരിക്കും ഇങ്ങോട്ട്
പഴയ ഇതിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കയ്യിലും കാലം. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരമാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ലഹരിയിൽ തീർച്ചയായിട്ടും ഒന്നുമില്ല, എങ്ങനെയാണ് പറയുക, പത്രത്തിലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ എന്താ പറയുക, പ്രതി മദ്യത്തിന് അല്ലെങ്കിൽ ലഹരിക്കടിമയായിരുന്നു, പ്രതി ലഹരിക്കടിമയായിരുന്നു എന്നുള്ള വാക്കുകൾ വരിക. അതെ അപ്പം അത് അവിടെ തന്നെ നമുക്കറിയാം എന്താണ്, നമ്മളിതൊരു പ്രതിയായി മാറും. ഓരോ ഘട്ടത്തിലും നമ്മൾ ആ ഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അതായത് 10ാം ക്ലാസ് പ്ലസ് 2 പഠിക്കുന്ന ഒരു പ്രായത്തിൽ തോന്നുന്ന വൈകാരികതകൾ തെറ്റായിരുന്നു എന്ന് ആ പ്രായത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാവില്ല. മനസ്സിലാവില്ല. നേരെ മറിച്ച് അത് കഴിഞ്ഞ ആളുകൾ നമ്മൾ പറയല്ലോ, നമ്മൾ പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കേൾക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അതെ. ആ പ്രായത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അതിൽ ലൈവായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് ഇപ്പോൾ ഒരു ജോലിൻ്റെ വിഷയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ പഠിക്കണം, പല വിഷയത്തിലും പല അഭിപ്രായങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും, ആ സമയം കടന്നുപോയി കഴിയുമ്പോൾ ഇനി എനിക്കത് തിരിച്ച് കിട്ടാത്തൊരു സമയത്താണ് പിന്നെ ആലോചിക്കുക അങ്ങനെ ഇനി ആ ആയാൽ സമയത്ത് മതിയായിരുന്നു. ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിലോ അത് വലിയ ദേഷ്യമായിരിക്കും അല്ലേ. തന്തവൈബായിട്ട് മാറും. തന്ത വൈബ്. പല പേരിലും വിളിച്ച് അതിനെ പരിഹസിക്കും. അതെ അതെ. മുതുനെല്ലിക്കയും മൂത്തവരുടെ വാക്കും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നതാണ്. യെസ്, അത് ആപ്റ്റാണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ ആളുകൾ അങ്ങനെയാണ്, ഉപദേശിക്കണമെന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു പിതാവിനോടുള്ള ധിക്കാരം ഒരു മകൻ എപ്പോഴാണ് തിരിച്ചറിയുക, അവനൊരു കുട്ടി ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും. അല്ലേ. നമ്മൾ ആ ഒരു ചോരത്തിളപ്പിലൊക്കെ ചിലപ്പോൾ പിതാവ് പറയുന്നത് അത്ര വലിയ കാര്യമാക്കാതെ ഇയാളൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന മക്കളുണ്ട്, ഇയാളൊക്കെ ഏത് നാട്ടുകാരൻ, അങ്ങനെയൊക്കെ ഞാൻ തന്നെ നേരിട്ട് കേട്ടേക്കുണ്ട് ഉപ്പാനെ കുറിച്ചൊക്കെ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ ഈ പെൺമക്കൾ ഇങ്ങനെ പല രൂപത്തിലും മാതാപിതാക്കളെ ധിക്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഭാവിയിൽ പഠിച്ചോന് പെൺകുട്ടികളെ തന്നെ കൊടുത്ത് പരീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ ആവുന്ന അത് പറയില്ല, നമ്മളങ്ങനെ കണ്ട കുറേ അനുഭവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ പെൺകുട്ടികളെ അവർ വളർത്താൻ കാണിക്കുന്ന അങ്ങേയറ്റത്തെ ബേജാറും പേടിയും, ഇതേ ബേജാറ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പലപ്പോഴും നമുക്ക് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന അത്തരം സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന നേരെ വിപരീതമായ കാര്യങ്ങൾ നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു തന്നത്.